നമസ്കാരം. ജപ്പാനിൽ നടന്ന 7.5 തീവ്രതയുള്ള ഭൂകമ്പവും അതിനോടൊപ്പം ഉയർന്ന മെഗാ ക്വക്ക് മുന്നറിയിപ്പും വീണ്ടും ഹിമാലയൻ മേഖലയിൽ ഒളിഞ്ഞിരിക്കുന്ന ഗ്രേറ്റ് ഹിമാലയൻ എർത്തുകേക്ക് എന്ന മഹാവിപത്തിന്റെ സാധ്യത എന്ന ഒരു ഭീതിജനകമായ സത്യത്തെ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്ത്യൻ പ്ലേറ്റ് യുറേഷ്യൻ പ്ലേറ്റിനോട് നേരിടുന്ന മെയിൻ ഹിമാലയൻ മേഖലയിൽ നൂറ്റാണ്ടുകളായി പെട്ടെന്ന് പൊട്ടിപ്പുറപ്പെടാതെ ഇരിക്കുന്ന സമ്മർദ്ദം ഒരൊറ്റ നിമിഷത്തിൽ പൊട്ടിത്തെറിച്ചാൽ 8 തീവ്രതയ്ക്ക് മുകളിലുള്ള ഒരു ഭൂകമ്പം സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്ന് ശാസ്ത്രലോകം തന്നെ മുന്നറിയിപ്പ് നൽകുന്നു. ഹിമാലയൻ മേഖലയിൽ നടക്കുന്ന ചെറിയ നിരന്തര ചലനങ്ങൾ സമ്മർദ്ദം കുറയ്ക്കുന്നുവെങ്കിലും ദീർഘകാല സാധ്യതയുള്ള വൻ വിപത്തിന്റെ ഭീഷണി മാഞ്ഞു പോകുന്നില്ല. ഹിമാലയൻ പർവ്വതനിരയുടെ അടിയിലൂടെയുള്ള പ്രധാന ഫോൾട്ട് ലൈനായ മെയിൻ ഹിമാലയൻ ത്രസ്റ്റിൽ സംഭവിക്കാവുന്ന സാങ്കല്പികവും എന്നാൽ വിനാശകരവുമായ ഭൂകമ്പത്തെയാണ് ഗ്രേറ്റ് ഹിമാലയൻ എർത്തുകേക്ക് എന്നറിയപ്പെടുന്നത്. ഈ മേഖലയിലാണ് ഇന്ത്യൻ ടെക്ടോണിക് പ്ലേറ്റ് യുറേഷ്യൻ പ്ലേറ്റിനടിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. നൂറ്റാണ്ടുകളായി തുടരുന്ന ഈ സമ്മർദ്ദം 8 അല്ലെങ്കിൽ അതിൽ കൂടുതൽ തീവ്രതയുള്ള ഭൂകമ്പത്തിന് കാരണമാകുമെന്നാണ് വിദഗ്ധർ പറയുന്നത്. വടക്കേ ഇന്ത്യ, നേപ്പാൾ തുടങ്ങിയവയുടെ വലിയൊരു ഭാഗത്തെ തന്നെ ഇതിനെ ഇല്ലാതാക്കാൻ കഴിയുമെന്നും പറയുന്നു. ജപ്പാനിൽ നിന്ന് ഉയരുന്ന ആശങ്ക മാത്രമല്ല, ഹിമാലയത്തിലെ വർദ്ധിച്ചു വരുന്ന ജനസാന്ദ്രത, ദുർബലമായ അടിസ്ഥാന സൗകര്യങ്ങൾ, വ്യാപകമായ മണ്ണിടിച്ചിൽ, ഹിമപാതം എന്നിവയും ഈ ആശങ്കകൾക്ക് ആക്കം കൂട്ടുന്നു. 1934 ബീഹാർ നേപ്പാൾ ഭൂകമ്പം, 2015 നേപ്പാൾ ഭൂകമ്പം എന്നിവയുൾപ്പെടെ ഈ പ്രദേശത്ത് മുൻപും നിരവധി വലിയ ഭൂകമ്പങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ 2 ഭൂകമ്പങ്ങളും അനവധി ജീവനുകളെയാണ് അപഹരിച്ചത്. വലിയ നാശത്തിനും ഇത് കാരണമായിരുന്നു. നാഷണൽ സെന്റർ ഫോർ സീസ്മോളജി ഡയറക്ടർ ഡോക്ടർ ഓം പ്രകാശ് മിശ്ര പറയുന്നത് പ്രകാരം നിലവിൽ ഹിമാലയം നമ്മെ സംരക്ഷിക്കുന്നുണ്ട്. എന്നാൽ ഇടയ്ക്കിടെ ചെറിയ ഭൂകമ്പങ്ങൾ വഴി ഭൂമിക്കടിയിലെ ആഴത്തിലുള്ള സമ്മർദ്ദം ഇത് പതുക്കെ പുറത്തുവിടുന്നുമുണ്ട്. ഇവ M2.5-നും 3.5-നും ഇടയിലുള്ള ഭൂകമ്പങ്ങളാണ്. അവ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാകാതെ തന്നെ ടെക്ടോണിക് പ്ലേറ്റുകൾക്കിടയിലെ അമിത സമ്മർദ്ദത്തെ വലിയ തോതിൽ പുറത്തുവിടുന്നു. അസിസ്മിക് ക്രീപ്പ് എന്നാണ് ഈ പ്രക്രിയ അറിയപ്പെടുന്നത്. അതിനാൽ ഇപ്പോൾ ഒരു വലിയ ഗ്രേറ്റ് ഹിമാലയൻ എർത്തുകേക്കിനെ കുറിച്ച് നമ്മൾ വിഷമിക്കേണ്ടതില്ല. എന്നിരുന്നാലും ദീർഘകാല അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ ഒരു വലിയ ഭൂകമ്പത്തിനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല എന്നും വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സിന്റെ പുതുക്കിയ ഭൂകമ്പ ഭൂപടത്തിൽ മുഴുവൻ ഹിമാലയൻ ആർക്കിനെയും പുറത്തിറക്കി ഇന്ത്യ ഉൾപ്പെടുത്തിയിരുന്നു. ഉയർന്ന അപകട സാധ്യതയുള്ള സോൺ 6-ലാണ് ഈ പ്രദേശം ഉൾക്കൊള്ളുന്നത്. മാത്രമല്ല, രാജ്യത്തിന്റെ 61% ഭാഗവും മിതമായത് മുതൽ ഉയർന്നത് വരെയുള്ള ഭൂകമ്പ സാധ്യതാ പ്രദേശമാണ്. ജനസാന്ദ്രത, ഭൂചലന പ്രവണതാ പ്രദേശങ്ങളിലുള്ള മനുഷ്യ താമസങ്ങൾ, യന്ത്ര സൗകര്യങ്ങൾ, അസ്ഥിരമായ മലനിരകൾ, കാലാവസ്ഥാ വ്യതിയാനങ്ങൾ കൊണ്ട് കൂടുതൽ ദുർബലമാകുന്ന ഭൂപ്രകൃതി എല്ലാം ചേർന്നാണ് ഈ ഭീഷണി ഇന്നോ നാളെയോ യാഥാർത്ഥ്യമാകാൻ സാധ്യതയുള്ളത് എന്ന് വിദഗ്ധർ പറയുന്നത്. ഈ പശ്ചാത്തലത്തിൽ ജപ്പാനിലെ മുൻകരുതലിനെയും ശാസ്ത്രീയ സംവിധാനങ്ങളുടെയും ശക്തി എന്താണെന്ന് നമ്മെ വീണ്ടും ചിന്തിപ്പിക്കുന്നു. ഭൂചലനങ്ങളെ മുൻകൂട്ടി പ്രവചിക്കാനാകില്ല എങ്കിലും അതിന്റെ നാശനഷ്ടങ്ങൾ കുറയ്ക്കാൻ വേണ്ട തീരുമാനങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളും ഉറപ്പാക്കാൻ ഒരു രാഷ്ട്രത്തിന് സാധിക്കും. നഗരപരിധികളിൽ നിന്നും കെട്ടിട നിർമ്മാണ മാനദണ്ഡങ്ങളിലേക്കും ദുരന്ത നിവാരണ സംവിധാനങ്ങളിൽ നിന്നും പൊതുജന ബോധവൽക്കരണത്തിലേക്കും ശാസ്ത്രീയ മുന്നൊരുക്കമാണ് ജീവൻ രക്ഷിക്കുന്ന ഏറ്റവും വലിയ ആയുധം. അതുകൊണ്ട് തന്നെ പ്രകൃതി മുന്നറിയിപ്പുകൾ അവഗണിക്കാതെ ശാസ്ത്രത്തെ കേൾക്കുന്ന ഒരു രാഷ്ട്രമായി മാറേണ്ടത് ഇന്നത്തെ നിലയിൽ അത്യാവശ്യമാണ്. ഹിമാലയൻ പ്രദേശത്തെ ഭൂചലന സാധ്യത സ്വാഭാവികമാണ്, എന്നാൽ നഷ്ടത്തിന്റെ വലിപ്പം സ്വാഭാവികമല്ല. അതിന്റെ ഉത്തരവാദിത്വം മനുഷ്യർക്കാണ്. ശാസ്ത്രത്തെ വിശ്വസിക്കുന്ന നയങ്ങളും മുൻകരുതലുകൾക്ക് പ്രാധാന്യം നൽകുന്ന ദേശീയ സമീപനവും ജനങ്ങളെ പരിശീലനം നൽകുന്ന ശക്തമായ ദുരന്ത നിവാരണ സംസ്കാരവുമാണ് നമ്മുടെ സുരക്ഷയ്ക്കുള്ള ഉറച്ച കവചം. ജപ്പാനിൽ നിന്ന് പഠിക്കാനുള്ളത് ഭയമല്ല, തയ്യാറെടുപ്പാണ്. പ്രകൃതിയുടെ മുന്നറിയിപ്പുകൾ ഞങ്ങൾ കേൾക്കുമ്പോഴാണ് ഭാവി തലമുറകളെ ഒരു അനർത്ഥത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ കഴിയുക എന്ന മുന്നറിയിപ്പ് തിരിച്ചറിയുകയാണ് വേണ്ടത്. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച